പൈതൃക സ്മരണ ഉയർത്തി പൊന്നാനിയിലെ ജുമാഅത്ത് പള്ളിയിൽ വിളക്ക് തിരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. പൈതൃക സ്മരണ ഉയർത്തി പൊന്നാനിയിലെ ജുമാഅത്ത് പള്ളിയിൽ വിളക്ക് തിരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. പഠിച്ച് പുറത്തിറങ്ങിയ ഹബീബ് നമ്മുടെ തലപ്പാറ തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ സഖാഫി 1993 ഈ വിനീതനും ഡോക്ടർ ഹുസൈൻ സഖാഫി ജലിക്കോട് അബ്ദുൽ ഹക്കീം മുസ്ലിം ഞങ്ങൾ 3 പേരും അസ്ഹറിൽ നിന്ന് പഠനം കഴിഞ്ഞ് അവിടുത്തെ പ്രത്യേക ദൗറ പാസ്സായി വന്ന സമയത്ത് മസ്ജിദുൽ ഹാമിനിൽ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 ആളുകൾ ആ സ്വീകരണ വേളയിൽ ബോർഡിങ്ങിൽ പഠിക്കുകയാണ് നമ്മുടെ ഹബീബ് തങ്ങൾ. അന്ന് അവിടെ വെച്ച് ഞങ്ങൾ ഉപദേശിച്ച 1-2 ഉപദേശം ഇപ്പൊ എന്നെ ഉണർത്തി. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ആ ബോർഡിങ്ങിൽ പഠിക്കുന്ന ആ കുട്ടിയാണ് പിന്നീട് ശരീഅത്ത് കോളേജിൽ ചേർന്ന് മൈദനിൽ പോയി പഠിച്ച് പിന്നെ ശരീഅത്ത് കോളേജിൽ ബിരുദമെടുക്കാൻ വന്ന് ഇന്ന് ഇവിടുത്തെ മുദരിസ. അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പിതാവ് സയ്യിദുനാ ഉസ്താദിന്റെ വളരെയധികം വല്ലാത്ത മഹിമ തലപ്പാറ തങ്ങൾ അള്ളാഹു അവർ വിശാലമായി കൊടുക്കട്ടെ. മലബാറിലെ മക്കയായ പൊന്നാനിയിലെ വലിയ ജുമാഅത്ത് പള്ളിയിൽ പൂർവ്വസൂരികളുടെ വിജ്ഞാന വിസ്ഫോടന സ്മരണ ഉയർത്തി മർക്കസിലെ 500 പരം അവസാന വർഷ വിദ്യാർത്ഥികൾ നടത്തിയ വിളക്ക് തിരിക്കൽ ചടങ്ങിന് മക്തും MP മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അൽഹംദുലില്ലാഹ്, നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ വളരെ പ്രസിദ്ധമായ പുണ്യം ഏറെയുള്ള ഒരു പ്രധാനപ്പെട്ട കേന്ദ്രത്തിലാണ്. വന്ന കാലം മുതൽ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആ ദീനുൽ ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ട് എന്നത്. അല്ല എങ്കിൽ പിന്നെ ദീനുൽ ഇസ്ലാം ഇവിടെ നിലനിൽക്കില്ലായിരുന്നല്ലോ. എന്നാൽ ഒരു വ്യവസ്ഥാപിതമായ രീതിയിൽ ഈ ദർസുകൾ ആരംഭിച്ചതിന്റെ ചരിത്രത്തിൽ പൊന്നാനിക്കുള്ള പ്രാധാന്യം എല്ലാ ചരിത്രകാരന്മാരും ഊന്നിപ്പറഞ്ഞ കാര്യമാണ്. ഇവിടെ താമസിച്ച സമയത്ത് മുതഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്തിയ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ഈ പ്രാധാന്യം നമ്മുടെ കേരളത്തിലെ ഉലമാക്കൾ അർഹമായ രീതിയിൽ തന്നെ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെ ആണ് അവരൊക്കെ ജീവിതത്തിൽ ഒരു വട്ടം തന്നെയെങ്കിലും പൊന്നാനി വിളക്കത്ത് വന്നിരിക്കണം എന്ന താല്പര്യം കാണിച്ചതും അവരുടെ മുതഅല്ലിമീങ്ങളെയും ശിഷ്യന്മാരെയും ഒക്കെ ഇങ്ങോട്ട് പറഞ്ഞയച്ച ഗുരുനാഥന്മാരെ ആദരിക്കൽ ചടങ്ങിന് വി സയ്യിദ് മുഹമ്മദ് തങ്ങൾ, കെ മുഹമ്മദ് ഖാസിം കോയ, ഹബീബ് തുറാബ് തങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. മർക്കസ് മുദരിസ്മാർക്ക് പുറമെ കേരള മദ്രസാധ്യാപക ക്ഷേമ ബോർഡ് അംഗം സിദ്ദീഖ് മൗലവി അയലക്കാട്, ജഫർ അസ്ഹരി, MI സഭാ സെക്രട്ടറി അബ്ദുസമ്മദ്, TV അബ്ദുറഹ്മാൻ കുട്ടി, അമ്മാട്ടി മുസ്ലിയാർ, ജുമാഅത്ത് പള്ളി മാനേജർ കുഞ്ഞു മുഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു. سيدنا محمد عبده ورسوله صاحب المقام المحمود صلى الله عليه وسلم وعلى آله وأصحابه الأمجاد صلاة وسلاما أفوز بهما يوم المعاد. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ, മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം CV റോഡ്, പൊന്നാനി.